നല്ലൊരു ജയറാം സിനിമ കണ്ട അനുഭവമാണ് എനിക്ക് ആശകളായിരം എന്ന സിനിമ തന്നത്. ഈ ഒരു സിനിമയുടെ പേര് പോലെ തന്നെ ഒരുപാട് ആശകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാണ് ഇതിനകത്ത് കാളിദാസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതേപോലെ ഒരു കാലത്ത് ഒരുപാട് ആശകൾ ഉണ്ടായ ഒരു അച്ഛന്റെ വേഷമാണ് ഇതിനകത്ത് ജയറാം ചെയ്തിരിക്കുന്നത്. സോ ഇവരുടെ രണ്ടുപേരുടെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണത്. ഈ ഒരു കഥ വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ ജി പ്രജിത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ റിട്ടൺ ബൈ ജൂഡ് ആന്റണി ജോസഫും അരവിന്ദ് രാജേന്ദ്രനാണ്. ക്രിയേറ്റീവ് ഡയറക്ടറും ജൂഡ് ആന്റണി ജോസഫും കൂടെ തന്നെയാണ്. സിനിമ വളരെയധികം മോഹിക്കുന്നവർക്കും, സിനിമ അഭിനയം വളരെയധികം ആഗ്രഹിക്കുന്നവർക്കും, സിനിമാ ജീവിതം, സിനിമാ ലോകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും, ഒരു കാലത്ത് സിനിമ വളരെയധികം ആഗ്രഹിച്ചവർക്കുമുള്ള ഒരു ഒരു ലവ് ലെറ്റർ ആണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കണക്ട് ആയി, റിലേറ്റ് ആവാൻ പറ്റി. ഞാനും ഇങ്ങനെ സിനിമ വളരെയധികം മോഹിക്കുന്ന ഒരാളാണ്. ചെറുപ്പകാലം മുതലേ സിനിമ വളരെ ആഗ്രഹിക്കുന്നതാണ്. ഈ ഒരു സിനിമയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ പേഴ്സണലി തോന്നും, എല്ലാം വിട്ടെറിഞ്ഞ് ഇതിലെ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ കുറെ കാലം ജസ്റ്റ് സിനിമയുടെ പുറകെ നടന്നാലും, പക്ഷെ അപ്പൊ തന്നെ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലും ലോണൊക്കെ ജസ്റ്റ് മനസ്സിൽ വരും. അപ്പോൾ പാഷനും ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യാലോ എന്നൊരു ഉറപ്പാ സമയത്ത് വരുത്തും. എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കണക്ട് ആവാൻ, റിലേറ്റ് ആവാൻ ആർക്കെങ്കിലൊക്കെ ഉണ്ടാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഫസ്റ്റ് ഹാഫ് ഏതായാലും കിഡിലിനായിരുന്നു. കുറെ ചിരിക്കാനുണ്ട്, നല്ല ലൈറ്റ് ഹാർട്ടഡ്, കുറെ ഫാമിലി മൊമെന്റ്സും ബ്യൂട്ടിഫുൾ മൊമെന്റ്സിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ വിത്ത് ഒരു അടിപൊളി ജയറാമിന്റെ ഒരു ഷോയും. അതേപോലെ ജി ആർ പ്രജിത്തിന് വളരെ നന്ദി. ജയറാമിന്റെ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സിനിമയിലൂടെ തിരിച്ചു കൊണ്ടുവന്നതിന്. ഞാനൊക്കെ ആഗ്രഹിച്ച ഒരു ജയറാമിനെ എനിക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചു. എന്തൊരു രസമാണെന്ന്, അല്ലെങ്കിൽ ഈസ് എ വെരി ഗ്രേറ്റ് ആക്ടർ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി ഇതിൽ ഇമോഷണൽ രംഗങ്ങൾ ഈ സിനിമയിൽ നമ്മൾ കാണണം. എനിക്ക് ഇപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും തോന്നുന്നത്, ജയറാം, അതേപോലെ ദിലീപ്, മോഹൻലാല്, ഇവരൊക്കെ ഒന്ന് കരഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇമോഷണൽ സീനിൽ നമ്മൾ തന്നെ കണ്ണു നിറയ്ക്കാൻ പറ്റുന്ന. അപ്പൊ അത് തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ജയറാം ഒന്ന് കരയുമ്പോൾ നമുക്ക് സഹിക്കില്ല, അല്ലെങ്കിൽ ജയറാമിന്റെ ഒരു ഇമോഷണൽ ഡയലോഗ് ഡെലിവറി അതൊക്കെ ഭയങ്കര നമ്മളൊരു വീക്ക് പോയിന്റ് ആയിട്ട് തന്നെ മാറുവാണ്. അതേപോലെ കോമഡി രംഗങ്ങളാണെങ്കിലും, കുറെ നല്ല ഫാമിലി മൊമെന്റ്സ് ആണെങ്കിലും, പിന്നെ സ്വന്തം സെൽഫ് ട്രോളിംഗ് ഉണ്ട്, എല്ലാം ഈ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ജയറാം ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ ജയറാം കാളിദാസൻ ആ ഒരു അച്ഛൻ മകൻ കോംബോ പോലും നല്ല രസമായിരുന്നു. ഇവര് ഈ സിനിമയിലെ കീരിയും പാമ്പ് ആണെങ്കിൽ പോലും നല്ല ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. ഈ അച്ഛൻ മകൻ കോംബോ മാത്രമല്ല, ആ ഒരു കുടുംബം തന്നെ വളരെ നല്ല രസത്തോടെ തന്നെ ഡയറക്ടർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ഫാമിലി മൊമെന്റ്സും എല്ലാമായിട്ട് നമുക്ക് കണക്ട് ആകാൻ പറ്റും. സോ അങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ്, ഒരു കിഡിയൻ ഫാമിലി എന്റർടൈനർ ആണ് ഫസ്റ്റ് ഹാഫിലൂടെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫും അതുകൊണ്ട് തന്നെ കാണാൻ വളരെയധികം എക്സ്പെക്ടേഷൻ, വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. സെക്കൻഡ് ഹാഫും ഏകദേശം അങ്ങനെ വളരെ രസകരമായിട്ട് തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ കോംപ്ലക്സ് ഇഷ്യൂസും ഈഗോ ഇഷ്യൂസും ഒക്കെ കയറി വരുന്നത്. ശരിയാണ്, ഏതൊരു ഫാമിലി എന്റർടൈനറോ അല്ലെങ്കിൽ ഫാമിലി ഡ്രാമയിലൊക്കെ നല്ല രീതിയിൽ ഇമോഷൻസ്, നല്ല രീതിയിൽ ഡ്രാമയൊക്കെ വേണം. അവര് അത് ബാലൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അത് ഇടക്കിടക്ക് ഓവറായി പോകുന്നുണ്ടായി. ചിലയിടങ്ങളിൽ ഈ ഓവർ ഡ്രാമയായി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഡൾ സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ ഈ സിനിമയിലും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇടക്ക് പടം നല്ല ഭയങ്കര മനോഹരമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ഇടക്ക് പിന്നെ വീണ്ടും ഡള്ളാവും, പിന്നെ വീണ്ടും മനോഹരമാണ്, പിന്നെ വീണ്ടും ഡള്ളാവും. അങ്ങനെയാണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിന്റെ ഒരു കഥ പറഞ്ഞു പോയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സും അതെന്താ ഉണ്ടായെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെങ്ങനെയാ അവർ ഇവിടെ എത്തി എന്നൊരു ചിന്ത എനിക്ക് വന്നു. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് എനിക്ക് അത്രയും വർക്ക് ആയില്ല. ഒരു ലോജിക്ലെസ് ഇല്ലായ്മയാണ് ഫീൽ ചെയ്തത്. അതേപോലെ ഷറഫുദ്ദീന്റെ ക്യാരക്ടർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. അത്യാവശ്യം നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയാണ് ഷറഫ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ക്ലൈമാക്സ് ആയപ്പോ ഷറഫിന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു ഓൾഡ് ഏജ് കുത്തിത്തിരിപ്പ് വില്ലനായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പരിപാടികൾ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ചെയ്തിട്ടുണ്ട്. അവര് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ബാലൻസ് ഇടയ്ക്ക് വിട്ടു പോയിട്ടുണ്ട്. പക്ഷെ എന്ത് വന്നാലും ഞാൻ പറയാണ്, സിനിമ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു മനോഹരമായ സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം മനസ്സ് നിറയ്ക്കുന്ന കുറെ നിമിഷങ്ങളും ഉണ്ട് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ. കാളിദാസ് വളരെ നന്നായി, വളരെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആശ ശരത്ത് വളരെ നന്നായിരുന്നു. ആ ഒരു അമ്മ വേഷം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇഷാനി കൃഷ്ണ, ആനന്ദ് മന്മഥൻ, അഖിൽ NRD ഇവരൊക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൽ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമന് അതേപോലെ തന്നെ വിഷ്വൽസ് നല്ല പ്ലീസിങ് വിഷ്വൽസ് ആണ്. വീണ്ടും പറയാനുള്ളത്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുക, അതിനുള്ളത് എല്ലാം ഈ സിനിമയിലുണ്ട്. ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ ആണ് ആശകളായിരം. ഇതിന് ഡിസപ്പോയിന്റ് ചെയ്യില്ല തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഏതായാലും പേഴ്സണലി ഡിസപ്പോയിന്റ്മെന്റ് ആയില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഏതായാലും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അബി റിവീൽസ്.